ബംഗളൂരുവിൽ നിന്ന് 92 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമത്തിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ നൂറ്റാണ്ടിലും ഇത്തരം സംഭവങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്ത ദുഃഖമാണ്, ശരിക്കും ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാലഭൈരവേശ്വരൻ്റെ ഒരു പ്രതിമയുമായിട്ടാണ് ഒരു സംഘം ആളുകൾ ഓടിയത്. എന്താണ് സംഭവം? അതായത് ഈ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് 92 കിലോമീറ്റർ അകലെ മാണ്ഡ്യ ഗ്രാമത്തിലെ ഹനാകേരെ എന്ന് പറയുന്ന മാണ്ഡ്യ ജില്ലയിലെ ഹനാകേരെ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഔദ്യോഗികമായി ദളിതർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന ഒരു ക്ഷേത്രത്തിൽ ദളിതർക്ക് ഈ സമീപകാലത്ത് ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ എല്ലാം വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട് പ്രവേശനം നൽകി. ഇത് സവർണരായ ആൾക്കാരും ജില്ലാ ഭരണകൂടവും ക്ഷേത്രവിശ്വാസികളും ഒക്കെ ചേർന്ന് ഒരു വലിയ എന്താ പറയേണ്ട പുനരുത്ഥാനത്തിൻ്റെ ഭാഗമായി ഒരു പുരോഗമനപരമായി ചിന്തിച്ച് ദൈവം എല്ലാവർക്കും ഉള്ളതാണ്, അതിന് ജാതി മത വർഗ വർണ്ണ ലിംഗ വേലിക്കെട്ടുകളൊന്നും പാടില്ല എന്ന് നിശ്ചയിച്ച് അവരെ ആ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ കാലഭൈരവേശ്വര സ്വാമി ക്ഷേത്രം. അവിടുത്തെ ഒരു വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ഇപ്പോൾ പണ്ട് അവിടെ ഈ സവർണർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ, അവർണർക്ക് പ്രവേശനം ഇല്ലായിരുന്നു. അപ്പോൾ ഈ അവർണർക്ക് പകരം അവരൊരു ക്ഷേത്രം നിർമ്മിച്ചു കൊടുത്തിരുന്നു. അത് നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുക. ഈ പുതിയ ക്ഷേത്രം നിർമ്മിച്ചാലും ആ പഴയ ക്ഷേത്രവും അതൊരു ഗ്രാമദേവതയാണെന്ന് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലേ. ആ ഗ്രാമത്തിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ആ ഗ്രാമത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും എന്താ പറയുക ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്നവരാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക വിഭാഗത്തിന് ഈ അടുത്ത കാലം വരെ പ്രവേശനം നിഷേധിച്ചിരുന്നു എന്ന വാർത്ത തന്നെ ഞെട്ടിക്കുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ ആധുനിക യുഗത്തിലും ഈ നമ്മൾ എന്താ പറയുക, നമ്മൾ എന്താന്ന് വെച്ചാൽ കേരളത്തിലിരുന്നിട്ട് വലിയ അഭിമാനബോധം പേറുന്നുണ്ടെങ്കിലും പുറത്ത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് ഇത്തരം വൃത്തികെട്ട കാര്യം അല്ലേ. ഇത് പലയിടത്തും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെ വ്യാപകമായിട്ട് ഇത്തരം കാര്യങ്ങളും ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഉണ്ട്. ജാതിബോധം വളരെ രൂക്ഷമാണ്. പക്ഷെ ഒരു ക്ഷേത്ര പ്രവേശനത്തിന് അങ്ങനെ അങ്ങ് തടസ്സം സൃഷ്ടിക്കുമെന്ന് ഇപ്പോൾ തിരുപ്പതി ചെന്ന ആരുടെ ജാതിയാണ് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ഉടുപ്പി ചെന്ന ആരുടെ ജാതിയാണ് അന്വേഷിക്കുന്നത്. അവിടെ മറ്റൊരു ഇതുണ്ടായിരുന്നു, ഒരു ദുരാചാരം പോലെ ഈ ബ്രാഹ്മണർ ഭക്ഷിച്ച ആ എച്ചിലിൽ കിടന്ന് ഉരുളുന്ന ഒരു ആചാരം അവിടെ പണ്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് നിർത്തലാക്കി. നമ്മുടെ പിന്നെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അവിടുത്തെ പേജാവർ മഠാധിപതിയായിരുന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ രക്ഷാധികാരിയായിരുന്ന സ്വാമി വിശ്വേശ്വരയ്യ അദ്ദേഹം ഇടപെട്ട് അത് നിർത്തിച്ചു. ആ സന്യാസി മഠം മുൻകൈ എടുത്ത് ആ ദുരാചാരത്തെ ഇല്ലാതാക്കി. അപ്പോൾ പുരോഗമനപരമായ പല നടപടികളും ഹിന്ദു സമൂഹത്തിൽ നടക്കുന്നുണ്ട്, എങ്കിലും ഇത് ഞെട്ടിക്കുന്നതാണ്. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ ഇതുപോലെ അവർണർക്ക് ദളിതർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. ഇത് ഈ അടുത്ത കാലത്ത് വലിയ ചർച്ചയൊക്കെയായി. അവിടെ ഉള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിനൊരു മാറ്റം വരുത്തി. നാട്ടുകാരും ജില്ലാ ഭരണകൂടവും ഈ പറയുന്ന സവർണരും ക്ഷേത്ര ട്രസ്റ്റികളും അവിടുത്തെ പൂജാരിമാരും ഒക്കെ ചേർന്ന് ഇതിന് മാറ്റം വരുത്തി ദളിതർക്കും അവർണർക്കും അവിടെ പ്രവേശനം അനുവദിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതിൽ ഒരു കൂട്ടം ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒക്കലിംഗ സമുദായത്തിൻ്റെതാണ് ക്ഷേത്രം, അതിനകത്തെ ഒരു വിഭാഗം ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്ര പൂജയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തിലെ ഏതാനും പേർ ഈ ദേവൻ്റെ വിഗ്രഹം, ഉത്സവമൂർത്തി എന്നറിയപ്പെടുന്ന വിഗ്രഹം എടുത്തുകൊണ്ട് അവർ പൊക്കളഞ്ഞു, അവർ ഓടിക്കളഞ്ഞു. ആ ദളിതരിത് കാണണ്ട എന്ന് പറഞ്ഞ് അവർ ഓടിക്കളഞ്ഞു. നോക്കണേ, ദൈവത്തിനെ മറയ്ക്കാൻ നമ്മളെ കൊണ്ടാകുമോ? ഈ വിശ്വാസികൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ മറച്ചാൽ മറയ്ക്കപ്പെടുന്നതാണോ ദൈവം എന്ന് ഈ വിശ്വാസികളായ ക്ഷേത്രവിശ്വാസികളായ ഭക്തരായ ആൾക്കാരല്ലേ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു വലിപ്പം പോലും അവരുടെ മനസ്സിനില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവർ പൂജ ചെയ്തത് കൊണ്ടും ഇവർ പ്രാർത്ഥിച്ചത് കൊണ്ടും പിന്നെ എന്ത് ഫലം? അല്ലേ? അതെ, നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇത്തരം ആൾക്കാരുടെ ഈ വികലമായ
ഈ എന്താ പറയേണ്ട നിന്ദ്യമായ നീചമായ ഒരു ചിന്ത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് വളരെ എത്രയും വേഗം എത്രയും എളുപ്പത്തിൽ അതിനെ നിഷ്കാസനം ചെയ്തില്ലെങ്കിൽ അത് ഹിന്ദു സമാജത്തിന് തിരിച്ചടിയാണ്. അത് സമൂഹത്തിന് മൊത്തം അതൊരു കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അവിടെ ഇന്ത്യൻ പ്രസിഡന്റ് അടക്കം ആരാ ഇരിക്കുന്നതെന്ന് ഇവർ ഓർക്കണം. അതെ 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 ഇന്ത്യയുടെ പരമോന്നത സ്ഥാനത്തിരിക്കുന്നതെന്ന് ഈ വൃത്തികെട്ട മനുഷ്യരെ ഓർക്കണം. അവർ ഓർക്കണം. അവിടെ ഇരിക്കുന്നത് ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അറിവ് കൊണ്ട് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ്. അതും കൂടി ഇവർ ആലോചിക്കണം. അങ്ങനെയൊന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഇവരെന്തൊക്കെയോ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തികളാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും എതിർപ്പുകൾ വളരെ ശക്തമായി. എനിക്ക് തോന്നുന്നു കർണാടകയിൽ മൊത്തം വളരെ ശക്തമായ എതിർപ്പ് ഉയർന്നു. ഒക്കലിംഗ സമുദായത്തിൽ ഉള്ളിൽ നിന്ന് തന്നെ ആ എതിർപ്പ് ഉയർന്നു. ഹിന്ദു സംഘടനകൾ ഇടപെട്ടു. പിന്നെ എന്താ പറയേണ്ട, ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്വാമി വിശ്വേശ്വരയ്യ, അദ്ദേഹം ഇപ്പോഴില്ല, അദ്ദേഹം പിന്നെ സമാധിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കത്ര ഉറപ്പില്ല. അപ്പോൾ അദ്ദേഹം പണ്ട് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, ന ഹിന്ദു പതിതോ ഭവേത്. ഹിന്ദുവിന് ഒരിക്കലും അധപ്പതിക്കാൻ സാധിക്കില്ല. ഈ ജാതീയമായ അധപ്പതനം ഹിന്ദുവിനില്ല, തൊട്ടുകൂടായ്മ. ന ഹിന്ദു പതിതോ ഭവേത്. പതിതോ ഭവേ വെച്ചാൽ പതിക്കാൻ പറ്റില്ല. ഇങ്ങനെ ജാതീയമായി അധപ്പതിക്കാൻ ഹിന്ദുവിന് സാധിക്കില്ല. അത് ഹിന്ദുത്വത്തിലുള്ളതല്ല, ഹിന്ദു സംസ്കാരത്തിലുള്ളതല്ല, സനാതന ധർമ്മത്തിലുള്ളതല്ല. ഇത് തെറ്റാണ്. ഇപ്പോൾ നമ്മൾ RSS ആണല്ലോ പിന്നെ ഏറ്റവും വലിയൊരു ഹിന്ദു സംഘടന അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ദേശീയ സംഘടന എന്ന് ഇന്ന് ലോകത്ത് ഉള്ളതിൽ ഏറ്റവും പ്രബലമായ ഒരു സംഘടന RSS ആണ്. RSSൻ്റെ സർസംഘചാലക് പറയുന്നു, ജാതി ഈശ്വര സൃഷ്ടമല്ല, മനുഷ്യ സൃഷ്ടമാണ്. ഈ അബദ്ധം ഇനിയെങ്കിലും നമ്മൾ തിരുത്തണം. ഹിന്ദുക്കൾ ഈ ജാതി വ്യവസ്ഥിതിയെ ഉപേക്ഷിക്കണം. ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് നന്മ വരുത്താൻ മാത്രമല്ല ലോകത്തിനും നന്മ വരുത്തണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ഈ അടുത്ത കാലത്ത് പോലും ഏതാണ്ട് ഒരു മാസം പോലും ആയിട്ടില്ല, അദ്ദേഹം ഡൽഹിയിൽ എങ്ങോട്ടോ നടന്ന ഒരു പരിപാടിയിൽ, ഡൽഹിയിലാണോ മഹാരാഷ്ട്രയിലാണോ സ്ഥലം ഞാൻ മറന്നുപോയി, അദ്ദേഹം പറഞ്ഞു, ഈ ജാതി എന്ന് പറയുന്ന ദുർഭൂതത്തെ സൃഷ്ടിച്ചത് ദൈവമല്ല, ഈശ്വരനല്ല, മറിച്ച് ഇത് മനുഷ്യൻ്റെ വിവരക്കേടാണ് എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് ഇനിയെങ്കിലും ഹിന്ദുക്കൾ കണ്ണു തുറന്നില്ലെങ്കിൽ ഇത് കുറ്റം ആരുടേതാണ്? ഇനിയെങ്കിലും ഈ സമൂഹം തുറന്ന മനസ്സോടെ ഇത്തരം കാര്യങ്ങളെ സമീപിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിന്ദുക്കൾക്ക് നേരെയല്ലെങ്കിൽ ഹിന്ദു മതത്തിന് നേരെയുള്ള ഏറ്റവും വലിയ പേരുദോഷങ്ങൾ ജാതിയാണ്, ജാതി വിവേചനമാണ്. അപ്പോൾ ഇവിടെ പക്ഷേ ഒരു ഗുണമുണ്ടായി. ഒക്കലിംഗ സമുദായത്തിൻ്റെ ആത്മീയ ആചാര്യന്മാരും മറ്റുമൊക്കെ ഇടപെട്ടിട്ട് വളരെ പെട്ടെന്ന് ആ ഉത്സവമൂർത്തിയെ തിരിച്ചു കൊണ്ടുവരികയും ഈ എന്താ പറയേണ്ട തെറ്റ് ചെയ്ത ആൾക്കാരെ അവിടുന്ന് ഒന്ന് മാറ്റി നിർത്തി ഈ വിഷയം രമ്യമായിട്ട് പരിഹരിക്കുകയും ചെയ്തു. ദളിതർക്ക് ഇനി ധൈര്യമായി ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം, അവരോട് ആരും ജാതി വിവേചനം കാണിക്കില്ല, കാണിച്ചാൽ അതിന് നടപടി ഉണ്ടാകും. ഇങ്ങനൊരവസ്ഥയിലേക്ക് ആ കാര്യത്തെ കൊണ്ടെത്തിച്ചു. അപ്പോൾ നമുക്ക് ഒരു കാര്യം അതിൽ ആശ്വസിക്കാം, ഈ നവോത്ഥാനം അല്ലെങ്കിൽ ഈ പരിഷ്കാരം, പുനരുത്ഥാനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ സാംസ്കാരികമായ ഉയർച്ച, സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെ എതിർക്കുക, സമാജത്തിനുള്ളിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും ഇല്ലാതാക്കുക, ഇതിനൊക്കെ എത്രയേറെ എതിർപ്പുണ്ടെങ്കിലും അതിനൊക്കെ എതിരായിട്ട് ഒരു നടപടി ഹിന്ദു സമാജത്തിനുള്ളിൽ ഉണ്ടാകുന്നു എന്നൊരാശ്വാസം നമുക്കുണ്ട്. ഇത് പുറമേ നിന്നാരും വന്നല്ല, ഹിന്ദുക്കൾ തന്നെയാണ്, ഈ പറയുന്ന സവർണരായ ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ ആചാര്യന്മാർ തന്നെയാണ് ഇതിനെതിരെ രംഗത്ത് വന്നതും തിരിച്ചവരെ ക്ഷേത്രത്തിൽ ആ വിഗ്രഹം തിരിച്ച് അല്ലെങ്കിൽ ആ ഉത്സവമൂർത്തിയെ തിരിച്ച് കാലഭൈരവേശ്വരനെ ക്ഷേത്രത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് അവർക്കവിടെ പുനഃപ്രവേശനം സാധ്യമാക്കിയത്. അതൊരു മികച്ച കാൽവയ്പ്പാണ്, ഒരു വളരെ പുരോഗമനപരമായ സമൂഹത്തിന് ആശ്വാസം നൽകുന്ന ഒരു കാൽവയ്പ്പാണ്, മാതൃകയാക്കാവുന്ന ഒരു കാൽവയ്പ്പാണ്, അല്ലേ? എന്ത് തോന്നുന്നു? ഈ വൈക്കം ക്ഷേത്രത്തിലെ എന്താണ് ജാതിയിൽപ്പെട്ടവരെ കയറ്റാത്തതുമായി താഴ്ന്ന ജാതി അതില് ആരായിരുന്നു അവിടെ മുഖ്യമായിട്ടും സമരം സംഘടിപ്പിച്ചത്? അതെ അതെ, അതിനാവശ്യപ്പെട്ട് വൈക്കത്തുനിന്ന് രാജകൊട്ടാരത്തിലേക്ക് പണ്ട് സവർണ ജാഥ വരെ നടന്നു. സവർണ വിഭാഗങ്ങൾ ഏതാണ്ട് 100 പേര് ആ ജാഥയിൽ അന്ന് പങ്കെടുത്തു. അന്നത്തെ കാലത്ത് 1920 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നീചമായ രീതിയിൽ ജാതി വ്യവസ്ഥിതി കൊടികുത്തി നിന്നിരുന്ന കാലമാണ്. അന്ന് 100 സവർണർ ജാഥ നടത്തിയെന്ന് മാത്രമല്ല, വൈക്കം തൊട്ട് തിരുവനന്തപുരം രാജകൊട്ടാരം വരെ വഴിനീളെ അവർക്ക് വലിയ വരവേൽപ്പ് കിട്ടി.
സവർണരും അവർണരും ജാതിഭേദമന്യേ ജാഥയെ സ്വീകരിക്കാനുണ്ടായിരുന്നു. ആ ജാഥയ്ക്ക് വലിയ പിന്തുണ കിട്ടി, ജനപിന്തുണ കിട്ടി. കൊട്ടാരത്തിൽ പോലും അതിൻ്റെ അലയൊലികൾ എത്തി. രാജാവിൻ്റെ അടുക്കൽ വരെ അതിൻ്റെ എന്താ പറയേണ്ട ആ മുഴക്കം, ആ ഇടിമുഴക്കം, ക്ഷേത്രപ്രവേശനം വേണം, ഗുരുവായൂർ സത്യാഗ്രഹം എല്ലായിടത്തും. അല്ല, ഈ നമ്മുടെ ഒരു വലിയ, എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളുടെ ഉള്ളിലെ ഒരു വലിയ ഗുണം ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. അതിനകത്തുനിന്ന് ഒരു ആധ്യാത്മികമായിട്ട് അറിവുള്ള ഒരാൾ ഉയർന്നു വരികയും, ഗുരുദേവനെ, ശ്രീനാരായണ ഗുരുദേവനെ, ചട്ടമ്പി സ്വാമിയൊക്കെ പോലെയുള്ളവർ ഉയർന്നു വരികയും, എന്തിന് ഏറ്റവും താഴെത്തട്ടിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഒതുക്കി നിർത്തിയിരിക്കുന്ന, പൂർവ്വകാലത്ത് ഒതുക്കി നിർത്തിയിരുന്ന സമൂഹത്തിൽ നിന്ന് പോലും അയ്യങ്കാളിയെ പോലെയുള്ളവർ ഉയർന്നു വന്നു, അല്ലേ? അത് നമുക്ക് പണ്ഡിറ്റ് കറുപ്പനെ പോലെയുള്ളവർ, അതൊരു എപ്പോഴും ലോകത്തിനാകെ അതൊരു മാതൃകയാണ്. അതിവിടെ കർണാടകയിലും അത് നടന്നു എന്നുള്ളതാണ് നമുക്ക് ആശ്വസിക്കാൻ വക നൽകുന്ന ഏക കാര്യം. ഇതിലെനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജാതീയത എത്ര മാത്രം നമ്മളെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേരളം വിട്ടൊന്ന് പുറത്തൊന്ന് സഞ്ചരിച്ചാൽ മതി. അതെ, പുറത്ത് സഞ്ചരിക്കുകയും കേരളം വിട്ടിട്ട് കേരളത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവില്ല, എന്ത് ജാതീയത അതൊക്കെ തോന്നും. ഇത് വിട്ടിട്ട് നമ്മൾ സ്റ്റേറ്റുകളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇതിനിടയിൽ എനിക്കൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കേണ്ടി വന്നു. ട്രെയിനിലാണ് സഞ്ചാരം. ഇതിനിടയിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു വസ്തു മോഷണം പോയി. എനിക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു, പരാതി നൽകാൻ വേണ്ടിയിട്ട്. അവിടെ ഞാൻ പരാതി നൽകാൻ വേണ്ടി ചെന്നപ്പോൾ കുറേ പേര് ഇതേ സമാനമായിട്ടുള്ള പ്രശ്നമായിട്ട് അവിടെ ഉണ്ട്. അവർക്കും പരാതി അവരെഴുതി കൊടുക്കുകയെന്ന്. ഞാൻ നോക്കുമുണ്ട് അവരോട് ഈ പോലീസുകാർ നിർബന്ധമായിട്ടും ജാതി ചോദിക്കുകയാണ്. ഈ പരാതിയിൽ ജാതി കൂടി ജാതി അത് എന്തിൻ്റെ ഏത് മാനദണ്ഡമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വളരെ കഷ്ടം. അവസാനം ഞാനും എഴുതാൻ പോയപ്പം എൻ്റെ അടുത്തും ചോദിച്ചു ഏതാ ജാതി. ഞാൻ പറഞ്ഞു ജാതി എന്തിനാണ് ചേർക്കേണ്ട ആവശ്യം, ജാതി വേണം, ജാതി ചേർക്കണം. ഇത് ഏത് സംസ്ഥാനത്താണ് ഇത് നടന്നത്? ഇത് ഹൈദരാബാദ് പോകുമ്പോഴാണ്, തെലങ്കാനയാണ്. വളരെ വളരെ എന്താ പറയണ്ടേ, കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ദുർഭൂതം, ഈ ജാതി എന്ന ദുർഭൂതം നമ്മെ വിട്ടു പോയില്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ എല്ലാ സവിശേഷതകളും, എല്ലാ ഉയർച്ചകളും, എല്ലാ ഉന്നതികളും നശിച്ച് മണ്ണടിയും എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല.